മലയാളികൾ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. അതിന്റെ ഭാഗമായിട്ട് യാത്രകളും മറ്റ് കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഓരോരുത്തരും മുന്നോട്ട് വരുമ്പോൾ തിരുവനന്തപുരത്തുകാർക്ക് ഒരു പ്രത്യേക ഇരട്ടി മധുരമുള്ള ഒരു സമയമാണ്. അതായത് ഇന്ന് തിരുവനന്തപുരം സൂയിൽ 3 അതിഥികൾ കൂടെ എത്തിയിരിക്കുന്നു. 3 സീബ്രകളെ എത്തിച്ചിരിക്കുകയാണ്. 9 വർഷത്തിന് ശേഷം തിരുവനന്തപുരത്ത് ഈ അതിഥികൾ എത്തുമ്പോൾ അതൊരു ഓണ സമ്മാനമായിട്ടാണ് ഇവിടുത്തുകാർ ഏറ്റെടുക്കുന്നത്. എന്തായാലും മലയാളികൾക്ക് ഒന്നടങ്കം വലിയ സന്തോഷം നൽകുന്ന ഒരു നിമിഷം കൂടെയാണ് ഇപ്പോൾ നമ്മൾ തിരുവനന്തപുരം സൂയിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ചേച്ചി ഇവിടെ ജോലി ചെയ്യുന്ന ആളാണ്. ഭയങ്കര ക്യൂരിയോസിറ്റിയിലൂടെ നോക്കി കാണുന്നു. ആദ്യമായിട്ടാണ് കാണുന്നത്? ഇല്ല, സീബ്രയെ കണ്ടിട്ടുണ്ട്. ഇവിടെ നമ്മുടെ തിരുവനന്തപുരം മ്യൂസിയത്തിൽ വന്നോണ്ട് അത് നമുക്കൊരു വലിയ ക്യൂരിറ്റി തോന്നുന്നു. സന്തോഷം. ഒരുപാട് ദിവസമായിട്ട് പ്രതീക്ഷിച്ചിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ ജോലി ചെയ്യുന്നതാണ്. അപ്പൊ വന്നപ്പോഴേക്ക് നല്ലൊരു സന്തോഷം. അങ്ങനെ പെട്ടെന്ന് കാണാൻ വേണ്ടിട്ട് വന്നതാണ്. 9 വർഷത്തിന് ശേഷമാണ് നമ്മുടെ. അതെ. അതിനുശേഷം ഞങ്ങളിപ്പോ ജോയിൻ ചെയ്തിട്ട് 6 വർഷം ആയതേ ഉള്ളൂ. അപ്പോഴേ ഇല്ല. അപ്പോ കുറച്ചു കാലം മുമ്പേ ഇത് കാര്യം വരും എന്ന് പറയുന്നുണ്ട്. അപ്പൊ വന്നപ്പോ ഒരു ആകാംക്ഷ കാണാനായിട്ട് അങ്ങനെ ഡ്യൂട്ടിക്കിടയിൽ ഓടി വന്നതാ. ശേഷം തിരുവനന്തപുരം മ്യൂസിയത്തില് സൂല് 3 സീബ്രകൾ വന്നിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങൾ? എങ്ങനെയാണ് ഇവിടെ വരെ എത്തിയത്? ഇനി എങ്ങനെയാണ് വരുന്നവർക്കുള്ള ഒരു രീതികളൊക്കെ എങ്ങനെയാണ്? നമുക്ക് വൻതാരയിൽ ഈ 3 സീബ്രകളെ നമുക്ക് ഗിഫ്റ്റ് ആയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ അതിന് പകരം നമ്മൾ ഇവിടുന്ന് ഒരു LTM-നെയും ഒരു മെയിൽ LTM-നെയും അതുപോലെ തന്നെ ഒരു കിങ്കോബ്ര മെയിലിനെയാണ് നമ്മൾ കൊടുക്കുന്നത്. 9 വർഷത്തിന് ശേഷം വന്നതുകൊണ്ട് തന്നെ വളരെയേറെ സന്തോഷമുണ്ട്. നമുക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമുണ്ട്. ഓണ സമയത്തോടെ ഇത് എത്തിയതുകൊണ്ട്. അതെ, ഓണ സമ്മാനമായിട്ട് തന്നെയാണ്. അപ്പം നമ്മൾ അതിന്റെ കൂടൊക്കെ സെറ്റ് ചെയ്ത് ഇപ്പൊ ക്വാറന്റൈനിലാണ് നമ്മുടെ കൂട്ടിൽ പാർപ്പിച്ചിരിക്കുന്നത്. അതിന്റെ കൂടിന്റെ പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇപ്പോൾ ഒരു 10-15 ദിവസത്തേനുള്ള ഫുഡ് നമുക്ക് അവർ തന്നെ തന്നിട്ടുണ്ട്. തിമോത്തി ഗ്രാസ് എന്ന് പറയുന്ന ഒരു തരം കച്ചിയാണ്, വൈക്കോലാണ് അവർക്ക് കൊടുക്കുന്നത്. പിന്നെ ഇനിയിപ്പം പയ്യെ നമ്മുടെ ഫുഡിലേക്ക് നമ്മൾ മാറ്റിയെടുക്കും. എങ്ങനെയാണ് കീപ്പർ അങ്ങനെ തീരുമാനമൊക്കെ ആയോ? മുൻപ് ഇവിടെ സീബ്രയെ നോക്കിയിരുന്ന എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കീപ്പറെ തന്നെയായിരിക്കും ഇവയെ ഏൽപ്പിക്കുന്നത്. ഗുജറാത്തിലെ വൻതാരയിൽ നിന്നാണ് 3 സീബ്രകളെ തിരുവനന്തപുരത്തേക്ക് എത്തിച്ചത്. ഇന്ന് രാവിലെ 5:15ഓടെയാണ് സീബ്രകൾ തിരുവനന്തപുരത്ത് എത്തുന്നത്. സീബ്രകളെ തുറന്നുവിട്ട് കഴിഞ്ഞു. 9:30-ക്ക് ആരോഗ്യവകുപ്പ് മന്ത്രി കെ മുരളീധരൻ ഔപചാരികമായിട്ടുള്ള സന്ദർശകനായി തുറന്നുവിടുകയായിരുന്നു. സന്ദർശകന് സീബ്രകളെ കാണാൻ സാധിക്കുന്ന തരത്തിലുള്ള ക്വാറന്റൈനാണ് നിലവിൽ നൽകിയിരിക്കുന്നത്. 9 വർഷത്തിന് ശേഷമാണ് തിരുവനന്തപുരം മൃഗശാലയിലേക്ക് സീബ്രകൾ എത്തുന്നത് എന്നുള്ളതാണ് പ്രത്യേകത. സീബ്രകളെ എത്തിക്കാനുള്ള നടപടികൾ പൂർത്തിയാക്കുന്നതിനായി മന്ത്രി OJ ജനീഷ് നേരത്തെ തന്നെ തീരുമാനങ്ങൾ എടുത്തത് അറിയിച്ചിരുന്നു. 2017-ൽ സീത എന്ന സീബ്ര പ്രായാധിക്യം കാരണം ചത്തതോടെയാണ് തിരുവനന്തപുരം മൃഗശാലയിൽ സീബ്രകളുടെ സാന്നിധ്യം ഇല്ലാതാകുന്നത്. 2002 ഏപ്രിലിൽ ചെന്നൈയിലെ വണ്ടല്ലൂർ മൃഗശാലയിൽ നിന്നായിരുന്നു അന്ന് സീതയെ എത്തിച്ചത്. സീബ്രകളെ തിരുവനന്തപുരത്ത് എത്തിച്ചതിന് പകരമായി ഒരു ആൺ സിംഹവാലൻ കുരങ്ങിനെയും രാജവെമ്പാലനെയും വൻതാരയിലേക്ക് നൽകിയിട്ടുമുണ്ട്. മൃഗശാലയിൽ എത്തുന്നതിന് മുൻപ് വെറ്റിനറി സർജൻ ഡോക്ടർ നികേഷ് കിരൺ സീബ്രകളുടെ ആരോഗ്യസ്ഥിതി പരിശോധിച്ചു. പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള അനിമൽ ആംബുലൻസിലാണ് റോഡ് മാർഗം സീബ്രകളെ തിരുവനന്തപുരത്ത് എത്തിച്ചത്.
ന്യൂസ്.